തിരുവനന്തപുരം അമ്പൂരിയിൽ വള്ളിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ പുലി രക്ഷപ്പെട്ടു. കാരിക്കുഴി കള്ളുകാട് ജനവാസ കേന്ദ്രത്തിലേക്കാണ് പുലി ഓടിപ്പോയത്. വനപാലകരും RRT സംഘവും നെയ്യാർ ഡാം പോലീസും സ്ഥലത്തെത്തി മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമത്തിനിടെ പുലി രക്ഷപ്പെടുകയായിരുന്നു. മരം വെട്ടാൻ വന്ന ഒരു ചേട്ടനാണ് ഈ പുലിനെ ആദ്യമായിട്ട് കണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത ഇവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തോ വിറവെന്തോ ശേഖരിക്കാൻ വേണ്ടി വന്നപ്പോൾ രാവിലെ എന്തോ മരത്തിൻ്റെ കൊമ്പെന്തോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ പുലിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ ചേട്ടൻ ഈ പുലിനെ യാദൃശ്യമായിട്ട് കണ്ടപ്പോൾ പേടിച്ച് അദ്ദേഹം പുലിനെ വീഴുകയും അദ്ദേഹത്തിന് പരിക്കും പറ്റി. ഇപ്പോൾ വീട്ടിൽ റെസ്റ്റാണ്. അതുപോയിട്ട് ഒരു മരം വെട്ടാൻ ഒരു ചേട്ടന് അതിൻ്റെ മുമ്പേ കൂടിയാണ് പുലി ഓടിയത്. അപ്പോൾ ആ ചേട്ടൻ പേടിച്ച് പിന്നെ പാറപ്പുറത്തൊന്നും കയറി. പക്ഷേ ആ പുലി ഇപ്പോൾ ഒരു വയലിൽ കുരുങ്ങിയാണ് ഈ റബ്ബർ തോട്ടത്തിൽ ഇവിടെ പുലി താഴ്ത്തു പോയിട്ടുള്ളത്. അപ്പോൾ പുലി ഇപ്പോൾ അവിടെ ഒരു മരക്കൊമ്പിൽ കുടുങ്ങി കിടക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അരുൺ മോഹൻ വിവരങ്ങൾ നൽകും. അരുൺ മോഹൻ, പുലി എന്തായാലും രക്ഷപ്പെട്ടിരിക്കുന്നു. ജനവാസ മേഖലയിലേക്കാണ് പുലി ഓടിപ്പോയതെന്ന് അറിയുന്നു. അത് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈ പുലിയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ വനപാലകർ, അല്ലെങ്കിൽ ആ ശ്രമം പൂർണ്ണമായി ഉപേക്ഷിച്ചതാണോ? ഭവ്യ, ഇപ്പോൾ നമുക്ക് ആശ്വാസകരമായ ഒരു വാക്കെന്ന് പറയുമ്പോൾ പുലിയെ കണ്ടെത്തി എന്ന് തന്നെയാണ് പറയാം. ഇപ്പോഴും RRT സംഘവും വനപാലകരും ഈ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ പുലിയെ ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു മയക്കുവെടി ഇപ്പോൾ വച്ചിട്ടുണ്ടെന്നും നമുക്കറിയാൻ കഴിയുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു ഈ പറയുന്ന അമ്പൂരി ആദിവാസി ഊരിലെ കള്ളുകാട് പ്രദേശത്ത് ഷൈജുവിന്റെ പുരയിടത്ത് ഈ ഒരു പുലിയെ കാണുന്നത്. ഷൈജു മരം വെട്ടാൻ എത്തുമ്പോഴായിരുന്നു ഈ ഒരു പുലിയെ കാണുന്നത്. ഈ കാട്ടുവെളിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഈ പുലിയെ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ സന്തോഷ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പുലി ഇവിടെയുണ്ട്. ഈ പറയുന്ന വനപാലകരുടെയും RRT സംഘത്തിന്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഡോക്ടർ അരുണിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിനുള്ളിൽ ഇതിനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ വനപാലകർ ഉള്ളത്. ഭവ്യ. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്.